ഹായ്, ഇന്ന് നമുക്ക് നൈറ്റിക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നെക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ചുരിദാർ കട്ടിങ് നൈറ്റിക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു നെക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസ് ഇതുപോലെ എടുത്തിട്ട് ഫസ്റ്റ് ക്യാൻവാസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതും എക്സ്ട്രാ ഒരു റൗണ്ട് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നോർമലായിട്ട് നമ്മൾ നെക്ക് വരച്ച് ക്യാൻവാസിൽ ഇതാക്കണ പോലെ തന്നെ അങ്ങനെ വരച്ചിട്ട് എടുത്തിട്ടുണ്ട്, റൗണ്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഗ്യാപ്പിട്ടിട്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ചിട്ട് നെക്ക് ഫസ്റ്റ് ഇതുപോലെ ഇവിടുന്ന് നെക്കിൻ്റെ അകലം അതുപോലെ തന്നെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് എടുത്തേക്ക് കേട്ടോ. അതിന് ശേഷം ഇവിടുന്ന് 2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഫുൾ റൗണ്ടിൽ, അതായത് ഇങ്ങനെ ഈ സ്ക്വയറിനല്ല, ഈ ഒരു നമ്മൾ ആദ്യം സ്ക്വയറായിട്ട് വരച്ചിട്ടാണല്ലോ നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ റൗണ്ടിൻ്റെ ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് 2 ഇഞ്ച്, ഇവിടുന്ന് 2 ഇഞ്ച്, അങ്ങനെ ഇങ്ങനെ ഫുള്ള് ഇവിടുന്ന് 2 ഇഞ്ച് വെച്ചിട്ട് അതിനെ നമ്മളൊരു റൗണ്ടാക്കിയിട്ട് എടുത്തിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിത് നൈറ്റിക്കും ചുരിദാറിനൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ നൈറ്റിക്കാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ നമ്മളിവിടെ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് എക്സ്ട്രാ പീസ് ഇട്ടിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അത് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഫസ്റ്റ് ഇത് കോട്ടൻ്റെ മെറ്റീരിയൽ അല്ല കേട്ടോ, ഇതൊരു റയോണിൽ പെട്ടിട്ടുള്ള നെറ്റ് ബിറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വലിച്ച് സ്റ്റിച്ച് ചെയ്യരുത്, കാരണം തുണി ഇങ്ങനെ നന്നായി വലിഞ്ഞ് പോകും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇതാക്കി ഇവിടുന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മളിതുപോലെ സെൻറ്റർ ഭാഗം ഒന്ന് ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കുക കേട്ടോ. ശേഷം മെറ്റീരിയൽ എടുക്കുന്നത് ഫ്രണ്ട് പീസാണ്. ഇനി അതും ഇതുപോലെ തന്നെ ഒന്ന് ഇവിടെ ഒരു കട്ടിട്ട് കൊടുക്കണം. അപ്പം നോർമലായിട്ട് നമ്മൾ നെക്ക് ചെയ്യുമ്പോൾ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പൊട്ട വശത്തേക്ക് മറിച്ചിട്ടാണ് നമ്മൾ അടിക്കുക. അപ്പോൾ ഈ നെക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വശത്ത് അല്ല കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ പൊട്ട വശത്ത് ഫസ്റ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തേക്ക് മറിച്ചടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഒന്ന് നെക്കൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് കറക്റ്റായിട്ട് വരണം. അതിന് ശേഷം ഞാനിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടി ഒരു ഫിനിഷിങ്ങോട് കൂടി നെക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതാണ്. ഈ സെൻറ്റർ ഭാഗത്ത് കൂടെ ഒന്ന് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ നിർത്തുക. ഇതേപോലെ ക്യാൻവാസിൽ തട്ടാതെ ക്യാൻവാസിൻ്റെ അറ്റത്ത് കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്യാൻവാസിൽ തട്ടാൻ പാടില്ല കേട്ടോ. ക്യാൻവാസിൻ്റെ ഇപ്പുറത്ത് കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. ക്യാൻവാസിൻ്റെ മുകളിൽ തട്ടാതെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇട്ടിട്ട് അടുത്ത് അതിന് ശേഷം നമ്മൾ ഈ നെക്കിൻ്റെ ഇത് കട്ട് ചെയ്തിട്ട് മാറ്റി കേട്ടോ.
ഇട്ടിട്ട് മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് മെറ്റീരിയൽ ഇവിടെ അങ്ങനെ എക്സ്ട്രാ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ റൗണ്ട് മറിക്കുമ്പോൾ ഫിനിഷിങ്ങോട് കൂടി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു 1/4 ഇഞ്ച് മാത്രം ഗ്യാപ്പിട്ടിട്ട് മൊത്തം കട്ട് ചെയ്തിട്ട് കളയാം. അതിന് ശേഷം ഇങ്ങനെ ഇതുപോലെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ ഫുള്ള് ചുറ്റിനും ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളിതിനെ മറിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് അപ്പോൾ നെക്ക് ഞാനിവിടെ നന്നായി അയൺ ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയണിങ് കഴിഞ്ഞ് കണ്ടില്ല. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക, മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് സിബ് വെക്കാണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ തന്നെ ജിബ് വെക്കാനുള്ള ഒരു ഭാഗം കട്ട് ചെയ്തിട്ടില്ല. ഞാൻ നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ജിബ് വെക്കാൻ വിചാരിച്ചിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടും ഇതാക്കിയിട്ടില്ല. ലാസ്റ്റ് വെക്കാച്ചിട്ടാണ്. അപ്പോൾ ഇതാട്ടോ നെക്ക് നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി നെക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലത്തെ നൈറ്റിക്ക് ഇതുപോലെ നെക്കൊക്കെ ആരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. കാരണം നമുക്ക് ഈ നെക്ക് ഇപ്പം നൈറ്റിക്ക് മാത്രമല്ല, അതേപോലെ തന്നെ ചുരിദാറിനും ഒക്കെ ഒരേപോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാട്ടോ. വേറൊരു പീസ് വേറൊരു കളർ മെറ്റീരിയൽ കൊണ്ടൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും ഇതിൻ്റെ നെക്ക് ചെയ്യാൻ കേട്ടോ.